പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, എന്തുകൊണ്ടാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ദൈവം പരീക്ഷണങ്ങൾ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്? നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ആ വിശ്വാസം ഏറ്റുപറയുന്നവരാണ്, വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പരീക്ഷണങ്ങൾ അനുവദിക്കുന്നു. നമ്മളിൽ ആരും തന്നെ രാവിലെ എഴുന്നേറ്റ് പറയാറില്ല, ദൈവമേ ഇന്നെൻ്റെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരീക്ഷിക്കൂ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കൂ എന്ന് പറയാറില്ല. എന്നാൽ എപ്പോഴാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്? നാം ഇങ്ങനെ ശാന്തമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില വേദനകൾ, ചില തകർച്ചകൾ, ചില രോഗങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ഈ സമയത്താണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ഈ സമയത്ത് നാം അറിയാതെയെങ്കിലും ചിന്തിച്ചു പോകും, ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും നീ ഉത്തരം നൽകുന്നില്ലല്ലോ, എൻ്റെ വിവാഹ ജീവിതം, എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ കുടുംബജീവിതം എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു ജോലി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ആരും എന്നെ മനസ്സിലാക്കാത്തത്? ഇങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പല ചിന്തകളും ഉയർന്നു വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ അനുവദിക്കുന്നത്? ഇത് നമ്മുടെ വിശുദ്ധീകരണത്തിനും നമ്മളെ ആത്മീയ പക്വതയിലേക്ക് വളർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസം പരീക്ഷിക്കപ്പെടാതെ അങ്ങനെ തന്നെ ഇരുന്നാൽ അതിൽ മേന്മയൊന്നുമില്ല. എന്നാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, പരിശോധിച്ചറിയപ്പെടുമ്പോൾ അതിന് മാറ്റുകൂടും, അതിന് തിളക്കം കൂടും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നതും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിനും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? സ്ഥിരത. ഒരു സ്ഥിരത ലഭിക്കുന്നു, നിലനിൽപ്പ് ലഭിക്കുന്നു വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ. ഇത് മാത്രമല്ല, ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിനും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. നമുക്ക് സഹനശക്തി ലഭിക്കുന്നു, നമ്മിൽ വിശുദ്ധീകരണം നടക്കുന്നു. പാപ സാഹചര്യങ്ങൾ, പാപത്തിൻ്റെ ഒരു ശക്തി നമ്മിൽ നിന്ന് വിട്ടുപോകുന്നു. നാം സഹനത്തിലൂടെ കൂടുതൽ എളിമയിൽ വളരുന്നു, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു, ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നു. ഇത് സ്ഥിരത പുറപ്പെടുവിക്കുന്നു. അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അഭിവൃദ്ധിയുള്ളവരാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ കുലുങ്ങാതെ, ആശങ്കയുള്ളവരാകാതെ, എല്ലാ അനിശ്ചിതത്വത്തിലും, എല്ലാ വേദനയിലും, എല്ലാ തകർച്ചകളിലും എൻ്റെ ദൈവം നല്ലവനാകിയാൽ അതെനിക്ക് നന്മയ്ക്കാക്കി മാറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അടിപതറാതെ നമുക്ക് കൂടുതൽ പ്രാർത്ഥനയുള്ളവരായിരിക്കാം, കൂടുതൽ നന്ദിയുള്ളവരായിരിക്കാം. ഇതെൻ്റെ ദൈവം എന്നെ എളിമപ്പെടുത്താനും എന്നെ വിശുദ്ധീകരിക്കാനും എനിക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് തരാനും എൻ്റെ ഉപരി നന്മയ്ക്കായി മാറ്റാനും വേണ്ടി അനുവദിച്ചിരിക്കുന്ന പരീക്ഷയാണ്. ഇതിൽ വിജയിക്കാനുള്ള ദൈവിക ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പരീക്ഷണങ്ങളുടെയും കടന്നു പോകുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനശക്തി ശുശ്രൂഷ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഈ ശുശ്രൂഷ ശക്തിപ്പെടുത്തണമെന്ന് പ്രത്യേകമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.